നമസ്കാരം. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ പലരും പലവട്ടം ചോദിച്ച ചോദ്യമായിരുന്നു നിർമ്മലാ സീതാരാമൻ എവിടെയെന്ന്, അല്ലെ? ഇത്തവണ BJP സ്ഥാനാർത്ഥിയാകാൻ താൻ ഇല്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ അറിയിച്ചിട്ടുള്ളത്. നേതൃത്വം ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ മത്സരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അനുസരിക്കാൻ, അതുമാത്രമല്ല അതൊന്നും കഴിയില്ല എന്നാണ് അത്ര നേതൃത്വത്തോട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. എന്താണ് മത്സരിക്കാൻ ഇത്തവണ ഇറങ്ങാത്തത് എന്നായി ബാക്കിയുള്ളവരുടെ അടുത്ത ചോദ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ധനമന്ത്രി എന്നുള്ള പേര് നേടിയെടുക്കാൻ നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ നിർമ്മല കഴിഞ്ഞ 18 വർഷമായി BJPയുടെ സജീവ പ്രവർത്തകയാണ്. 2019 കേന്ദ്ര ധനകാര്യമന്ത്രിയാകുന്നത്. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരിക്കെയാണ് ധനകാര്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ എങ്ങും മത്സരിക്കുന്നില്ല എന്ന തീരുമാനം അങ്ങോട്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നായി അടുത്ത ചോദ്യം. അതിന് മറുപടിയായി പറഞ്ഞത് മത്സരിക്കാനുള്ള പണം തനിക്കില്ല എന്നാണ്. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും പണമില്ലെന്ന് കേട്ടവർ ഞെട്ടിപ്പോയി. താൻ കൈകാര്യം ചെയ്തതെല്ലാം ഇന്ത്യയുടെ പണമായിരുന്നു, അല്ലാതെ തൻ്റെ സ്വന്തമല്ല എന്നുകൂടി പറഞ്ഞു വെച്ചു. നിർമ്മലാ സീതാരാമന്റെ ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 2019 തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരതലൊക്കെ നടത്തിയിരുന്നു. ED പരതലല്ല, അതൊക്കെ EDയൊക്കെ ഇപ്പോൾ വന്നതല്ലേ, അതുകൊണ്ട് അവർക്ക് പങ്കില്ല. അന്ന് കണക്കിൽപ്പെടാത്ത പണവും മദ്യവും സ്വർണവും മറ്റ് ലഹരി വസ്തുക്കളും അടക്കം ഏകദേശം 3456.22 കോടി രൂപയുടെ മുതലാണ് കണ്ടെടുത്തത്. ഇത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതായത് രാജ്യത്ത് 2014 തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാരിന് ചെലവായ തുകയുടെ 90% വരുന്ന തുകയാണ് ഈ രീതിയിൽ കണ്ടെത്തിയത്. അതിപ്പോഴും നിർബാധം തുടരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയത് 4 കോടി രൂപയാണ്. ഈ രീതിയിൽ പണം പൊടിക്കാൻ തൻ്റെ കൈവശം ഇല്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ പൊരുൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശപ്രകാരം 95 ലക്ഷം രൂപ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ കഴിയുക എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഇത്രയും തുക കൊണ്ട് ഒരു മണ്ഡലത്തിൽ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ള ആശയക്കുഴപ്പവുമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യവും ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്തതോടെ അതും ഇല്ലാതായി എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇപ്പോഴും ഇതൊക്കെ പതിവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മദ്യമായും സ്വർണമായും പണമായും ഒക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടത്ത് സ്വന്തം സമ്പാദ്യവും സ്വത്ത് വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ടും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളതും ഒരു തമാശയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി നിർമ്മലാ സീതാരാമൻ സൂചിപ്പിക്കുന്നു. തനിക്ക് BJP നേതൃത്വം വാഗ്ദാനം ചെയ്ത സീറ്റുകളിൽ വിജയത്തെ സ്വാധീനിക്കുന്നത് മതവും സമുദായവുമാണെന്നും അതുകൊണ്ടും മത്സരിക്കാൻ തയ്യാറാകില്ലെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു. ഇതോടെ BJP ഉയർത്തുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയെ തന്നെ നിഷേധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാക്കുകളാണ് നിർമ്മലാ സീതാരാമനിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്നാലും പാർട്ടിയോടുള്ള കൂറ് അത് അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാതെ പോകാൻ കഴിയില്ല. നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരെ കുറിച്ചാണ് പറയാനുള്ളത്. പുള്ളി ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. പലപ്പോഴും രാജ്യത്തെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഇന്ന് BJP സർക്കാർ പറയുന്ന പല കാര്യങ്ങളെയും അവകാശവാദങ്ങളെയും വിമർശിക്കുന്നത് അദ്ദേഹം പതിവാക്കിയിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം BJPയുടെ വക്താവായിരുന്നുവെങ്കിലും പിന്നീട് പാർട്ടി വിടുകയും പ്രജാരാജ്യം പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ആ പാർട്ടിയും വിട്ടു. നരേന്ദ്രമോദി സർക്കാരിന്റെ തികഞ്ഞ ഒരു വിമർശകനായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിർമ്മലാ സീതാരാമൻ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാത്തത് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും ചിലയിടങ്ങളിലൊക്കെ പടരുന്നുണ്ട്. അത് പോട്ടെ. പരകാല പ്രഭാകർ അടുത്തിടെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥകളെ പറ്റി ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇന്ത്യ സൂപ്പർ പവർ അല്ല, സൂപ്പർ പുവറ എന്നായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട്. രാജ്യത്തിന്റെ വികസനത്തിൽ ഇന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നതെല്ലാം വെറും പൊള്ളത്തരങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം ലേഖനത്തിലൂടെ ആരോപിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ദേശീയ സാമ്പത്തിക നിക്ഷേപത്തിൽ 19% ഇടിവാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുണ്ട്. 2020 102 ശതകോടിപതികളുടെ എണ്ണം തൊട്ടടുത്ത വർഷമായപ്പോൾ അത് 142 ഉയരുകയായിരുന്നു എന്ന് ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2021-22 പട്ടിണിക്കാരുടെ എണ്ണത്തിൽ 75 ലക്ഷത്തിന്റെ വർധന ഉണ്ടാവുകയും
ഇന്ത്യയുടെ സ്ഥാനം 134ലേക്ക് എത്തുകയും ചെയ്തു. വിശപ്പ് സൂചികയിൽ 121 രാജ്യങ്ങൾ ഉള്ളതിൽ ഇന്ത്യയുടെ സ്ഥാനം 107 ആണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സൂപ്പർ പവർ ആണെന്ന് പരകാല പ്രഭാകർ പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കടുത്ത വിമർശകനായ അദ്ദേഹം മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയെന്നും അംബാനി അദാനിമാർ വളരെയധികം വളർച്ച നേടിയെന്നും പറയുന്നു. 50 ലക്ഷം കോടിയായിരുന്ന രാജ്യത്തിന്റെ കടബാധ്യത 125 ലക്ഷം കോടിയായി മാറിക്കഴിഞ്ഞു. തൊഴിലില്ലായ്മ 25% ഉയർന്നുവെന്നും അദ്ദേഹം പറയുന്നു. പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നവരെ കുറിച്ച് പക്ഷേ മിണ്ടുന്നില്ല. മോദി അധികാരമേറ്റ് 10 വർഷം തികയുമ്പോൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം 2.25 ലക്ഷമായി ഉയർന്നു. വിമർശനങ്ങൾ ഉയർത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളോടും പുലർത്തുന്ന അസഹിഷ്ണുതയെക്കുറിച്ചും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. 2019 3603 വെബ് വിലാസങ്ങൾക്കാണ് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. 2021 ആയപ്പോഴേക്കും അത് 3 ഇരട്ടിയായി ഉയർന്നു. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രം നടത്തുന്ന കടന്നുകയറ്റത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും, അതായത് സംസ്ഥാനങ്ങളുടെ ഫണ്ടുകളും എല്ലാം കവരുകയാണ് എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. സംസ്ഥാനങ്ങളുടെ വിഹിതം 42% നിന്ന് 10% കുറച്ച് 32% മാറ്റിയെന്നുമുള്ള വിമർശനം പറയുമ്പോൾ കേരളത്തെ അദ്ദേഹം മികച്ച രീതിയിലാണ് വിലയിരുത്തുന്നത്. ഗുജറാത്തും പരകാല പ്രഭാകരന്റെ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. ഗുജറാത്തിന്റെ വികസനം ഊതി വീർപ്പിച്ച വെറും ബലൂൺ ആണെന്നാണ് അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിൽ എംപിമാർക്ക് വിലക്കേർപ്പെടുത്തിയതിനെയും പാർലമെന്റ് സമ്മേളനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചതുമൊക്കെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത്. ഈ രീതിയിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകനായി മാറിയിരിക്കുകയാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രഭാകർ. അദ്ദേഹം രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ നിരീക്ഷകനും കൂടിയാണ്. കടുത്ത ഭാഷയിൽ നരേന്ദ്രമോദി സർക്കാരിനെയും സാമ്പത്തിക നയങ്ങളെയും വിമർശിക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളിലേക്ക് നിർമ്മലാ സീതാരാമന്റെ സ്ഥാനാർത്ഥിത്വ നിരാസം കൊണ്ട് എത്തിക്കുന്നത്.